ഉള്ളതല്ലേ ന്യൂസ് പേപ്പറിലും ടി വിയിലും ഒക്കെ കാണുന്നതും നമ്മുടെ അയൽവക്കത്ത് ഉള്ള ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. ഫാക്ട്. പിന്നെ അല്ല, ഫാക്ട് ആയോടത്തുണ്ട്. കേരള സ്റ്റോറി എന്ന സിനിമ അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നതും 33,000 പെൺകുട്ടികളെ മുസ്ലിം മതത്തിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഏതാണ് നാടിന്റെ പേര്, ഏതോ ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് തീവ്രവാദ ISIS കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സിനിമ. ആ സിനിമ ശരിയാണ് എന്ന് പറഞ്ഞത് കേരളത്തിലുള്ള തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള മുസ്ലിം വിരോധം തലക്കടിച്ചിട്ടുള്ള കുറെ തീവ്ര കൂഷ്മാണ്ഡങ്ങളായിരുന്നു. അതുകൂടാതെ കീർത്തി സുരേഷിന്റെ മമ്മിയും ഡാഡിയും ഉണ്ടായിരുന്നു. ഈ കേരളത്തിൽ ശരിക്കും നടക്കുന്ന കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയത് 2-3 ആളുകൾക്ക് മാത്രം സംഭവിച്ചതാണ്. 33,000-ഓളം പെൺകുട്ടികൾക്ക് ഈ അവസ്ഥ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ടീസറിലും ട്രെയിലറിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്തിട്ട് എന്താക്കി, അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ. കീർത്തി സുരേഷ് ഒരു വിവാഹം കഴിച്ചു. ചെറുപ്പം മുതലുള്ള പ്രണയമായിരുന്നു. ഒരു ക്രിസ്ത്യനെയാണ് വിവാഹം കഴിച്ചത്.